ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഹോം തിയേറ്ററിൻ്റെ സെറ്റപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് നല്ലൊരു ആംപ്ലിഫയറിൻ്റെ ഒരു ആവശ്യമുണ്ട്. TPA 3110 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ബോർഡ് എന്ന് പറയുന്നത്. ക്ലാസ് D ആണ്. അത് കാരണം കൊണ്ട് തന്നെ വളരെ ചെറുതാണ്. ഏകദേശം നമുക്കൊരു 30 വാട്ട് ഔട്ട്പുട്ട് നമുക്ക് 2 ചാനലിൽ കിട്ടുന്നതാണ്. കണ്ടോ, ഒരു സ്റ്റീരിയോ ബോർഡാണ് ഇത് രണ്ടെണ്ണം. അപ്പോൾ 2 മേടിച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മളിന്ന് കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഏകദേശം എത്രത്തോളം വർക്കിംഗ് ആണെന്നും അതേപോലെ അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് ക്ലാസ് D ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിൽ ഹീറ്റ് സിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് കാര്യമായിട്ട് ചൂടാവില്ല ഈ സാധനം. അതാണ് ക്ലാസ് D ഒക്കെ മെയിനായിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. വലിയ വലിപ്പം ഉണ്ടാവില്ല. നമുക്ക് ഉണ്ടോ, ഏകദേശം നമുക്ക് ഈ ഒരു വിരലിൻ്റെ വലിപ്പമാണ് ഈ ഒരു സംഭവം വരുന്നേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും. ക്ലാസ് D ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലാരിറ്റി ഉണ്ടാവും, നോയ്സ് കമ്മിയായിരിക്കും. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. നമ്മളൊരു ആംപ്ലിഫയറിൻ്റെ ക്യാബിനറ്റിൽ നമ്മളിത് സെറ്റ് ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു സാധനത്തിൽ തന്നെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഗുണങ്ങൾ. അപ്പോൾ കണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞത് സ്റ്റീരിയോ ആണ്. ഈ ഒരു സംഭവം ഉണ്ടോ, ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട്, ഇത് രണ്ടെണ്ണം ഇതിൽ കറക്റ്റ്. അതേപോലെ തന്നെ ഇതിന് ലെഫ്റ്റ് റൈറ്റും അതേപോലെ നമ്മുടെ സ്പീക്കേഴ്സിൻ്റെ കണക്ഷനും ഇവിടെ കാണിക്കുന്നുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ നമുക്കിത് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ വീട്ടിൽ ചെറിയൊരു ഹോം തിയേറ്ററിൻ്റെ സെറ്റപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മേടിച്ചിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ളൊരു ഡോൾബിയൊക്കെ കിട്ടുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തുടർന്ന് അതിൻ്റെ വീഡിയോകൾ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ അതിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇത് 12 വാട്ട് ടു 24 വാട്ട് വരെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആംപ്ലിഫയറിൻ്റെ ബോർഡാണ്. ഏകദേശം നമുക്കൊരു 3 ആമ്പിയറൊക്കെ മതി. ഒരു 3 ആമ്പിയറൊക്കെ കൊടുത്താൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഈ സാധനം വർക്ക് ചെയ്യും. 24 വോൾട്ടിൻ്റെ മുകളിൽ കൊടുക്കാനും പാടില്ല. 12 വോൾട്ടിൻ്റെ താഴെ കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ പെർഫോമൻസും കുറവായിരിക്കും. കൂടി നമുക്ക് വോളിയം കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കൂടുതൽ വോളിയത്തിൽ പാട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ 24 വോൾട്ടിൻ്റെ തന്നെ നമ്മൾ കൊടുക്കുകയാണ് നല്ലത്. SMPS ഒക്കെ വെച്ചിട്ട് നമുക്കിത് കൊടുക്കാം. സിംഗിൾ സപ്ലൈ ആണ് കേട്ടോ നമുക്ക് സപ്ലൈ വരുന്നത്. അപ്പോൾ എന്തായാലും ഇത് വർക്ക് ചെയ്യിച്ചിട്ടൊന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ലാപ്ടോപ്പിൻ്റെ ചാർജറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇത് സാധനം വർക്ക് ചെയ്യാം. ഞാൻ ഒരു ലാപ്ടോപ്പിൻ്റെ ചാർജർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ സാധനം വർക്ക് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കത് കാണാം. കണക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. L6 എന്നുള്ള കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ VCC നമ്മുടെ പോസിറ്റീവാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്പീക്കേഴ്സിൽ കണക്ട് ചെയ്യാനുള്ള റൈറ്റ് സൈഡ് എല്ലാ പ്ലസ് മൈനസും, ലെഫ്റ്റ് സൈഡ് പ്ലസ് മൈനസും എല്ലാം ക്ലിയർ ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനെ. കണ്ടോ, ബാക്ക് സൈഡൊക്കെ നമുക്കൊരു 6 ഇഞ്ചിൻ്റെ ചെറിയ എൻ്റെ കയ്യിലുള്ള ഒരു 6 ഇഞ്ചിൻ്റെ സ്പീക്കർ ഉണ്ട്. അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇതിലേക്ക് ഓട്ടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ എങ്ങനെ നോക്കാം. ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് കൊടുത്തിട്ട് ഞാനൊരു പാട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് കാണിച്ചു തരാം. ആദ്യം നമുക്കിതിൻ്റെ പവർ സപ്ലൈൻ്റെ കണക്ഷൻ കൊടുത്ത് വയ്ക്കാം. നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബോർഡിൻ്റെ കണക്ഷൻസ് ഫുള്ളായിട്ട് കഴിഞ്ഞ് നമ്മൾ ഇൻപുട്ട് കൊടുത്തു. അപ്പോൾ സപ്ലൈ കൊടുത്തു, നമ്മൾ സ്പീക്കർ ഔട്ട് കണക്ട് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ സംഭവങ്ങളെല്ലാം ഫുള്ളായിട്ട് കണക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മൾ ലാപ്ടോപ്പിൻ്റെ ചാർജർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആണ് ലാപ്ടോപ്പിൻ്റെ ചാർജർ. ഇത് 12 വാട്ട് അല്ല 19 വാട്ട്, ഏകദേശം ഒരു 3 ആമ്പിയറിൻ്റെ അടുത്തൊക്കെ ഔട്ട്പുട്ട് തരുന്നൊരു അഡാപ്റ്ററാണത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ച് നേരം വർക്ക് ചെയ്തിപ്പിച്ച് നോക്കിയുണ്ടോ, ഒരു ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെയാണ് ക്ലാസ് Dയുടെ മെയിനായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത്. ഭയങ്കര രീതിയിലുള്ള സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ സൗണ്ട് കിട്ടുന്നത് നമുക്ക് എൻ്റെ കയ്യിലുള്ള സ്റ്റീരിയോൻ്റെ നമ്മുടെ സ്പീക്കർ കണക്ഷൻ ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോഴാണ് നല്ല രീതിയിൽ സൗണ്ട് കിട്ടുന്നത്. അല്ലാതെ നമ്മൾ RC കേബിൾ വഴി കൊടുക്കുന്ന സമയത്ത് നമുക്ക് സൗണ്ട് വളരെ കമ്മിയാണ്. വളരെ കമ്മി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റീരിയോൻ്റെ ഫുൾ സൗണ്ട് വെച്ചാൽ മാത്രമാണ് അത്യാവശ്യം നമുക്ക് കുറച്ച് ലൗഡായിട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ബോർഡ് മാത്രമായിട്ട് പോരാ, നമുക്കൊരു ഗെയിനർ ബോർഡും കൂടി നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. എന്നാലാണ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞാനത് ഇത് വെച്ചിട്ട് ഞാൻ നേരത്തെ കാണിച്ച ഇതേ രീതിയിലുള്ള 2 ബോർഡ് വെച്ചിട്ട് അതേപോലെ ഗെയിനർ ബോർഡ് വെച്ചിട്ടും ഒക്കെ ഞാൻ ചെറിയൊരു ആംപ്ലിഫയർ പോലെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഡോൾബിക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ഡോൾബി തട്ടിക്കൂട്ടാൻ പറ്റും. നമ്മുടെ HD ഓഡിയോ റഷൊക്കെ വെച്ചിട്ട് വേണം അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ക്ലാരിറ്റി നമുക്ക് കേൾക്കാം. ഇപ്പം ഞാൻ സ്പീക്കർ കണക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ മ്യൂട്ട് അടിച്ച് വെച്ചിരിക്കുകയാണ്. കണ്ടോ, നമ്മുടെ സ്റ്റീരിയോ വർക്കിംഗ് ആണ്.
പാട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മ്യൂട്ട് അടിച്ച് വെച്ചാൽ ഉടനെ കണ്ടോ ഒരു സൗണ്ടോ അല്ലെങ്കിൽ ചെറിയ നോയ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. കണ്ടോ സ്പീക്കറിൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കുന്ന സമയത്തും ഒരു ചെറിയൊരു നോയ്സ് പോലും നമുക്ക് വരുന്നില്ല. നമുക്ക് അൺമ്യൂട്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ട് കിട്ടുന്നത് ഓൾറെഡി നമ്മളെ സ്പീക്കർ ഔട്ടിൽ ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള സിഗ്നലാണ് വന്ന് കിടക്കുന്നുണ്ടാവുക. അത് കാരണം കൊണ്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ ലൗഡായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഈ ഒരു ഇതിലേക്ക് നമ്മളൊരു സ്പീക്കർ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇത്രയും ഈ ഒരു ബോർഡിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നതിൻ്റെ എന്തായാലും വോളിയം നമുക്ക് കിട്ടില്ല. കാരണം ഇത് ഓൾറെഡി ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു സിഗ്നലാണ് നമ്മൾ ഈ ചെറിയ ആംപ്ലിഫയറുകൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒന്നുകൂടി ലൗഡർ ആക്കിയിട്ടാണ് നമ്മുടെ സ്പീക്കറിലേക്ക് കൊടുക്കുന്നത്. അത് കാരണം കൊണ്ട് വളരെ നല്ല സൗണ്ടും നല്ല ക്ലാരിറ്റി അതേപോലെ നല്ല വോളിയം കിട്ടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് മാറ്റിയിട്ട് ഞാൻ RC കേബിൾ വഴി ഒന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ ഷീൽഡ് വയറുകൾ കൊടുക്കുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നോയ്സ് വരും. അപ്പോൾ ഞാൻ പോസിറ്റീവ് നമ്മുടെ റെഡ് വയറും വൈറ്റ് ഇതാണ് ഗ്രൗണ്ടാണ്. അപ്പോൾ ഞാൻ കയറ്റി കൊടുത്തപ്പോൾ നോയ്സ് വന്ന് കണ്ടില്ലേ. ഞാനൊന്ന് ജസ്റ്റ് പാട്ട് വെച്ച് കാണിച്ചു തരാം. ശേഷം നമ്മൾ ഇപ്പോൾ നോയ്സും കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ അത് നമ്മുടെ മൈനസ് ഗ്രൗണ്ട് ഇതിലേക്ക് കൊടുത്താണ്. ഗ്രൗണ്ടിങ് ഇല്ലാത്ത കാരണമാണ് നമുക്ക് ആ നോയ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ നമ്മൾ വോളിയം അത്യാവശ്യം നല്ല രീതിയിൽ വെക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വോളിയം കൂട്ടണം. എന്നാൽ മാത്രമാണ് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. കണ്ടോ ഞാൻ കണ്ടോ മ്യൂട്ട് അടിച്ചിട്ട് കാണിച്ചാൽ ഒരു മിനിറ്റ്. കണ്ടോ ആ ഗ്രൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് ആ നോയ്സ് ഫുള്ളായിട്ട് പോയിട്ട് വോളിയം കയറി വരുന്നത്. കണ്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ കാര്യങ്ങൾ. ഞാൻ മ്യൂട്ട് അടിച്ചു. കണ്ടോ മ്യൂട്ട് അടിച്ചപ്പോൾ വളരെ ചെറിയൊരു നോയ്സ് കയറി വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് നമ്മളെ ഈ ഷീൽഡ് വയറും കാര്യങ്ങളൊന്നും നമ്മൾ ഇൻപുട്ടായിട്ട് ഉപയോഗിക്കാത്ത കാരണമാണ് നമുക്ക് ഇത്രയും ചെറിയ രീതിയിലുള്ള ഒരു നോയ്സ് നമുക്ക് കയറി വരുന്നത്. അത് നമ്മൾ ആംപ്ലിഫയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷീൽഡ് വയർ ഇട്ടിട്ട് ചെയ്യും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൈലൻ്റ് ആവും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വേറെ സെപ്പറേറ്റ് നമ്മളെ അങ്ങനത്തെ MP3 ചെറിയ ബോർഡുകളൊന്നും ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല. കാരണം നമ്മൾ നേരെ നമ്മുടെ HD വെർഷൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ടാണ് നമ്മളിതൊരു വോളിയം കൺട്രോൾ വഴി നമ്മളിത് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇനിയുള്ള വീഡിയോകൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ബോർഡിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ബോർഡാണ്. വളരെ സൈലൻ്റാണ്. വളരെ ചെറിയ ബോർഡാണ്. റേറ്റും വലിയ റേറ്റ് വരുന്നില്ല. ഏകദേശം നമുക്കൊരു 165 റുപ്യാണ് ഈ ഒരു ബോർഡിന് വരുന്നത്. പിന്നെ അതിൻ്റെ ചെറിയൊരു ഷിപ്പിംഗ് ചാർജും വരും. ഏകദേശം നമുക്ക് 2 ബോർഡിനും കൂടി ഏകദേശം നമുക്കൊരു 370 രൂപയാണ് ഏകദേശം നമുക്ക് ഇതിന് ചിലവ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബോർഡാണ്. എൻ്റെ കയ്യിലുള്ള ഒരു സ്പീക്കർ ഒരു 6 ഇഞ്ചിൻ്റെ സ്പീക്കറാണ്. ഏകദേശം ഒരു 30-20 വാട്ടോളം ഔട്ട്പുട്ട് തരുന്ന ഒരു സ്പീക്കറാണത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൗഡ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹീറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആർക്കും വേണമെങ്കിലും നമുക്ക് കണക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ആംപ്ലിഫയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചെറിയ രീതിയിലുള്ള അത്യാവശ്യം ലൗഡറായിട്ടുള്ള ആംപ്ലിഫയറിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിന് ഗെയിന് വളരെ കമ്മിയാണ്. ചെറിയ രീതിയിൽ ഗെയിന് കമ്മിയാണ്. നമ്മളുടെ സ്റ്റീരിയോൻ്റെ ഫുൾ സൗണ്ട് വെച്ചാലാണ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സൗണ്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിന് നമ്മളൊരു ഗെയിനർ ബോർഡും കൂടി വാങ്ങണം. അപ്പോൾ അതും കൂടി ഞാൻ എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അത് വന്നതിന് ശേഷം അതും കൂടി ഒക്കെ പാടെ കണക്ട് ചെയ്തതിന് ശേഷം ഞാൻ വേറൊരു വീഡിയോ ഇടാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് 12 വാട്ടിൻ്റെ ഒരു സപ്ലൈന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്നും കൂടി സൗണ്ട് കിട്ടും. ചിലപ്പോൾ ഒരു 24 വാട്ട് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല രീതിയിൽ സൗണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഇല്ലാത്ത കാരണമാണ് ഞാനിപ്പോൾ 12 വാട്ട് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ചെറിയ രീതിയിൽ നമുക്ക് വോളിയം കമ്മിയാക്കിയിട്ട് കിട്ടുന്നത്. അതുമാത്രമല്ല അപ്പോൾ നമുക്കിത് ഒരു 24 വാട്ട് സപ്ലൈ മേടിക്കുന്നതൊക്കെ നല്ലത് നമുക്കൊരു ഗെയിനർ ബോർഡ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമുക്ക് ഈ ഒരു 12 വാട്ടിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വോളിയം ബൂസ്റ്റ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അത് അടുത്തൊരു പുതിയ വീഡിയോ ആണ് വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.